അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിട്ടുള്ള മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പ്രയാസം അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ നീങ്ങുകയാണ്. വലിയ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയുന്ന ആ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു ശത്രുവിൻ്റെ കുത്തേറ്റുകൊണ്ട് മരണാസന്നായി കിടക്കുമ്പോൾ ആ കൂട്ടത്തിലുള്ള സ്വഹാബാക്കളൊക്കെ വന്നിട്ട് രോഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും നല്ല സന്ദേശങ്ങൾ കൈമാറുകയും സുഖവിവരങ്ങൾ ചോദിക്കുകയും തിരിച്ചു നടക്കുകയും ചെയ്യും. ആ കൂട്ടത്തിൽ അവർ മറക്കാതിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹത്തെ പുകഴ്ത്തി പറയുകയും പടച്ച റബ്ബിലുള്ള റഹ്മത്തിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഒരിക്കലൊരു യുവാവ് വന്നിട്ട് അള്ളാഹുവിൻ ആ ഒരു അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്ത് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉമർ എന്നവരെ റളിയല്ലാഹു അൻഹു അങ്ങ് വല്ലാതെ ഭാഗ്യം സിദ്ധിച്ചവരാണ്. വളരെ നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞു. ഹബീബിനോടൊപ്പം ഒട്ടിച്ചേർന്ന് നടക്കാനും ഒട്ടനവധി യുദ്ധങ്ങളിലും ധർമ്മ പ്രതിരോധ സംവിധാനങ്ങളിലും സമരങ്ങളിലൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല രണ്ടാം ഖലീഫയായിട്ട് നിങ്ങൾക്ക് ഭരണകർത്താവായിട്ട് വരാനും അള്ളാഹു തൗഫീക്ക് ചെയ്തു. അതൊക്കെ വളരെ ഭംഗിയായി നീതിയുക്തമായിട്ട് നിങ്ങളുടെ പ്രജകളിൽ ആ ഭരണം നടത്തി കാണിക്കാനും അങ്ങക്ക് സാധിച്ചിട്ടുണ്ട്. അവസാനമായത് ഒരു ശത്രുവിൻ്റെ കുത്തേറ്റ് അങ്ങ് രോഗശയ്യയിലാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അങ്ങ് ഇതിലൂടെ അങ്ങ് ഷഹീദാവുകയാണെങ്കിൽ പടച്ച റബ്ബ് നിങ്ങൾക്കൊരു ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്തയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാനതങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ഒരുപാട് നന്മകൾ പറഞ്ഞ് ഒരുപാട് പ്രതീക്ഷകളെ പറഞ്ഞ് അങ്ങ് അവസാനം പറഞ്ഞു വെച്ചു. അങ്ങക്ക് വലിയൊരു ശുഭവാർത്ത തന്നെയാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. അതെനിക്ക് അനുകൂലവും പ്രതികൂലവും ആകാത്തൊരവസ്ഥയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിലൊന്നും ലോകമാന്യം നടിക്കുന്നില്ല എന്ന ഒരാപ്തം വരുന്ന രൂപത്തിൽ അങ്ങ് പറഞ്ഞു വെച്ചു. അങ്ങനെ യുവാവ് സലാം പറഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ആ രോഗശയ്യയിൽ കിടക്കുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട് അദ്ദേഹം അങ്ങനെ നടന്നു പോകുന്നത്. അവിടെയാണ് കൂടെ ആളുകളോട് പറയുന്നുണ്ട്, ആ യുവാവിനെ ഒന്ന് തിരിച്ചു വിളിക്കണം. വളരെ ആശ്ചര്യത്തോടെ ആളുകൾ ചോദിച്ചു, എന്തിനാണ് മഹാനെ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ആ തിരിഞ്ഞു നടന്ന യുവാവിനെ തിരിച്ചെത്തിച്ചുകൊണ്ട് അവിടെ ചാരത്തേക്ക് നിർത്തിക്കൊടുത്തു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ആ ഒരൊറ്റ വാക്കാണ് യുവാവിനോട് പറയുന്നൊരു വാക്കെന്തെന്നറിയോ? നിങ്ങളുടെ വലിയ സന്ദേശങ്ങളൊക്കെ കൈമാറ്റം ചെയ്തു പോയല്ലോ, എന്നാൽ എനിക്കൊന്ന് പറയാനുണ്ട്. പടച്ച റബ്ബിൻ്റെ തൃപ്തിക്കും നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ വൃത്തിക്കും നിങ്ങളുടെ വസ്ത്രം ഒന്ന് ഉയർത്തി ഉടുക്കണം. അഥവാ നിങ്ങളിപ്പോൾ ഉടുത്തിരിക്കുന്നത് ഭൂമിയിൽ തട്ടുന്ന രൂപത്തിലാണ്. അത് വസ്ത്രത്തിന് വൃത്തികേടാണ്, പടച്ച റബ്ബിൻ്റെ സംതൃപ്തിക്ക് എതിരാണ് എന്നൊരൊറ്റ വാക്ക് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം അതിൽ നിന്ന് ആകൃഷ്ടനായിക്കൊണ്ട് ആ വേഷവിധാനം കൃത്യമായി ആക്കുകയും തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വളരെ സമ്മതത്തോടുകൂടെ നടക്കുകയും ചെയ്തു. മുഅ്മിനീങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. തർക്കിക്കാൻ നിൽക്കാതെ കൃത്യമായി വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വലിയ സന്ദേശം കൈമാറി നിങ്ങളുടെ തുണിയുടെ വൃത്തിക്കും അള്ളാഹുവിൻ്റെ തൃപ്തിക്കും നിങ്ങൾക്കത് നല്ലതാണെന്ന് പറയലോടുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതാണ് നമ്മുടെ മഹാത്മാക്കൾ നമ്മളോട് പഠിപ്പിച്ചത്. തർക്കത്തിന് നിൽക്കരുത്, ചുരുക്കി പറയുക, അതാണ് ഏറ്റവും നന്നാവുക, അതാണ് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുക. അല്ലാഹു തആല വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.